ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 105 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. നെഹമ്യാവ് 4 മുതൽ 7 വരെ, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം. ആദ്യം ക്വസ്റ്റ്യൻ പറയുന്നു, എന്നിട്ട് ആൻസേഴ്സ് പറയുന്നു കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ക്ഷാമകാലത്തിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം എന്ത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ദുർഭിക്ഷകാലം. നെഹമ്യാവ് 5-ന്റെ 3-ാം വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം യഹൂദ്യർ. നെഹമ്യാവ് 4-ന്റെ 10-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മതിലിന്റെ പണി എത്ര ദിവസം കൊണ്ട് പണിത് പൂർത്തിയാക്കി? ഏത് മാസം എത്രാം തീയതി? ഉത്തരം 52-ാം ദിവസം, ഏലൂൽ മാസം 25-ാം തീയതി. നെഹമ്യാവ് 6-ന്റെ 15-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, പുതിയത്, വർധനവ് അല്ലെങ്കിൽ വിളവ് എന്നീ പദങ്ങളുടെ അർത്ഥം ചേർന്ന് വരുന്ന 4 അക്ഷരമുള്ള ഒരു സ്ഥലനാമം പുതിയ നിയമത്തിലുണ്ട്. ഏതാണ്? ഉത്തരം നവപൊലി. അപ്പോസ്തല പ്രവൃത്തികൾ 16-ന്റെ 11-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നവ എന്നുള്ളത് പുതിയത്, പൊലി എന്നുള്ളത് വർധനവ് അല്ലെങ്കിൽ വിളവ് എന്നുള്ളതാണ്. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഞാനൊരു പുരുഷനാണ്, എൻ്റെ മാതാപിതാക്കൾ 2 ജാതിയിലുള്ളവരായിരുന്നു, ഞാൻ ആര്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം തിമത്യോസ് ആണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ന്റെ 1-ലാണ് ഈ ഉത്തരം ഉള്ളത്. അമ്മ യഹൂദ സ്ത്രീയാണ്, അപ്പൻ യവനനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത പോർഷൻ പറയുന്നു, നെഹമ്യാവ് 8 മുതൽ 11 വരെ, അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം. ഇതാണ് പോർഷൻസ്. അപ്പൊ എല്ലാവരും വായിച്ച് റെഡി ആയിക്കോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.